കോച്ചിൻ്റെ മാച്ചസ് എല്ലാം കണ്ടിട്ട് വീഡിയോ ചെയ്യുന്ന വെച്ചിരിക്കുകയായിരുന്നു. ഡിലേ ഇങ്ങനെ കൂടി വരികയാണ്. അതുകൊണ്ട് നമുക്ക് പാർട്സായിട്ട് ഡിലേ ചെയ്യാൻ നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. നമ്മുടെ പുതിയ കോച്ച് മിക്കൽ സ്റ്റാറിനെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ ആദ്യം വീഡിയോസൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ട് നോക്കിയത് ഒരു കാര്യമാണ്. ഇവാൻ വുക്കോവിച്ചിൻ്റെ കേസ് നമുക്കറിയാം, നമ്മുടെ ക്ലബിൻ്റെ കേസ് അറിയാം. ലാസ്റ്റ് 3 സീസണായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പ്ലേ ഓഫ് എത്താനും ഫൈനൽ കളിക്കാനും അതേപോലെ തന്നെ ടേബിൾ ടോപ്പിൽ 1-2 പ്രാവശ്യം നമ്മളെ എത്തിക്കാനും കഴിഞ്ഞ ഒരു കോച്ചാണ് ഇവാൻ വുക്കോവിച്ച്. അതുകൊണ്ട് തന്നെ ഫാൻസിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. 2025 വരെ കോൺട്രാക്റ്റ് ഉണ്ടായിട്ട് പോലും പുള്ളിനെ ഒഴിവാക്കിയിട്ട് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് മിക്കൽ സ്റ്റാറിനെ മാനേജ്മെൻറ്റ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് മിക്കൽ സ്റ്റാറേക്ക് ഇവാൻ വുക്കോവിച്ച് അപേക്ഷിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാൻ കഴിയുക എന്നുള്ള കാര്യമാണ് ഞാൻ പ്രധാനമായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. 1-2 കാര്യങ്ങൾ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാൻ 2-3 കൊല്ലമായി നമ്മളെ ടീമിനെ കോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊടുക്കാൻ പറ്റുന്നൊരു മോട്ടിവേഷന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ പുതിയൊരു കോച്ച് വരുമ്പോൾ ഒരു പുതിയൊരു എനർജിയും എന്തൂസിയാസം കൊണ്ടുവരാനായിട്ട് പറ്റും. മിക്കൽ സ്റ്റാറെ അങ്ങനത്തെ ഒരു കോച്ചാണ്. പുള്ളിക്ക് കുറച്ചും കൂടി പ്ലേയേഴ്സിനെ പുഷ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടാക്റ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടൊരു കോച്ചാണ്. പല തരത്തിലുള്ള ഫോർമേഷൻ അതൊക്കെ കളിപ്പിച്ച് പരിചയമുള്ളൊരു കോച്ചാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ടീമിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അടുത്ത സീസൺ പുതിയൊരു ബ്ലാസ്റ്റേഴ്സ് നമുക്ക് ഫീൽഡിൽ കാണാനായിട്ട് പറ്റും. പിന്നെ പുള്ളിയുടെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചാണെന്ന് പറഞ്ഞു. ഇവാൻ വുക്കോവിച്ച് ഒരു പ്ലെയർ കഴിഞ്ഞിട്ടാണ് കോച്ചിങ് ലെവലിലേക്ക് എത്തിയത്. പക്ഷേ ഈ പുള്ളി 14-16 വയസ്സ് തൊട്ട് തന്നെ കോച്ചിങ്ങിൻ്റെ പറയിലേക്ക് പോയിട്ട് അങ്ങനെ ഈ ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഏകദേശം 400ഓളം മാച്ചുകളുടെ എക്സ്പീരിയൻസ് അറൗണ്ട് ദ ഗ്ലോബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. കരിയറിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്, അതും കൂടി എടുത്തു പറയേണ്ട ഒരു കേസാണ്. പക്ഷേ പുള്ളി ഈ പറഞ്ഞ പോലെ അമേരിക്ക, ഏഷ്യയിൽ ചൈന, തായ്ലാൻഡ്, ഗ്രീസ്, യൂറോപ്പിലെ മറ്റ് കൺട്രീസിലൊക്കെ കോച്ച് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതെന്തായാലും നമുക്കൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഇവാൻ വുക്കോവിച്ച് ഇതിനു മുമ്പ് കോച്ച് ചെയ്തിട്ടുള്ള ടോപ്പ് ടീമുകളാണ്. അതായത് ലീഗുകളിലെ മോഹൻ ബഗാൻ അതുപോലെ മുംബൈ സിറ്റി പോലുള്ള ടീമുകളാണ് പുള്ളി കോച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ മിക്കൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ടീമുകളെയും കോച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡ് ടേബിൾ അതുപോലെ ബോട്ടം ടീമുകളെയും പുള്ളി കോച്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് സീസൺ തായ്ലാൻഡിലെ ടീം, മിക്കൽ സ്റ്റാറുടെ ലാസ്റ്റ് ടീം തായ്ലാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഡിവിഷൻ കളിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ഒരു ടീമായിരുന്നു വേണം അനുമാനിക്കാനായിട്ട്. കാരണം 4 മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മിക്കൽ സ്റ്റാറിനെ അവിടെ കൊണ്ടുവരുന്നത്. സെപ്റ്റംബർ 8-നാണ് പുള്ളിനെ അനൗൺസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 18-ന് പുള്ളി ഫസ്റ്റ് ടീമിനെ അവിടെ ഇറക്കണം. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പുള്ളിക്ക് അവിടെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ ജനുവരി വിൻഡോയിൽ പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം പുള്ളിക്ക് കിട്ടുന്നു. പക്ഷേ അതൊന്നും ബഡ്ജറ്റിൻ്റെ കൺസേൺസ് പറഞ്ഞ് പിന്നെ ആ ടീം പുള്ളിനെ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ടീമായിരുന്നു. പുള്ളിക്ക് പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യാനോ പ്രീ സീസൺ നടത്താനോ ഒന്നും അവിടെ സഹായിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള മാജിക്കൊന്നും പുള്ളി ചെയ്യാനായിട്ട് പറ്റില്ല. പുള്ളിനെ ഏപ്രിൽ 21-ന് സാക്ക് ചെയ്യുമ്പോൾ 14-ാം സ്ഥാനത്തായിരുന്നു 16 ടീമുള്ള ഒരു ലീഗിൽ ആ ടീം ഫിനിഷ് ചെയ്ത്. പക്ഷേ എനിക്കവിടെ ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാര്യം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ആ ഒരു 10 ദിവസങ്ങളിൽ 4-3-3 ഫോർമേഷനിലാണ് സെക്കൻഡ് ഡിവിഷനിലും ഓൾമോസ്റ്റ് സെയിം പ്ലേയേഴ്സിനെ വെച്ചിട്ട് 4 മാച്ചും ആ ടീം കളിച്ചത്. പക്ഷേ പുള്ളി വന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ 2 മെൻ സെൻറ്റർ ബാക്ക് സിസ്റ്റത്തിൽ കളിച്ചിരുന്ന ടീമിനെ 3 മെൻ സെൻറ്റർ ബാക്ക് സിസ്റ്റത്തിലാക്കിയിട്ട് കളിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. എനിക്ക് കളി കണ്ടിട്ട് ഒരിക്കലും ഒരു കോച്ച് ചെയ്യാത്ത ടീമോ അല്ലെങ്കിൽ ഒരു ബോട്ടം ടേബിൾ ടീം കളിക്കുന്ന പോലെ തോന്നിയില്ല. പ്രോപ്പറായിട്ട് കോച്ച് ചെയ്യുന്ന ടീം പോലെ കളിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഹാപ്പിയാണ്. പുള്ളി ഒരു എന്തുദ്ദേശിക്കുന്നോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. അതും പുള്ളിയുടെ ചൂസ് ചെയ്ത പ്ലെയേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പുള്ളിക്ക് പറ്റില്ല. കാരണം പുള്ളി പോയി കഴിഞ്ഞിട്ട് ആ പ്ലേയേഴ്സിനെ വെച്ച് തന്നെ പ്രീവിയസ് കോച്ച് 4-3-3 ഫോർമേഷനിലേക്ക് പോയിട്ട് അടുപ്പിച്ച് 3 മാച്ച് ജയിച്ച് 8-മോ 9-മോ ആയിട്ട് ഇപ്പോൾ ആ ടീമിനെ ലീഗിൽ എത്തിച്ചിട്ടുണ്ട്. അത് ഒരു കൺസേൺ ആയിട്ടുള്ള ഫാക്ടറാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്കൽ സ്റ്റാർ എന്നുള്ള കോച്ച് കുറച്ചും കൂടി ഡിമാൻഡിങ് ആയിട്ടുള്ള കോച്ചാണ്. അവർക്ക് ഇന്ന പൊസിഷനിൽ ഇന്ന പ്ലെയർ വേണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കോച്ചാണ്. ആ ഒരു സംഭവം എന്തായാലും തായ്ലൻഡിൽ പുള്ളിക്ക് പറ്റിയിട്ടില്ല. അതിനർത്ഥം പുള്ളിക്ക് പ്ലേയേഴ്സിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ളതിനും ഒരു ഗ്യാരണ്ടി ഇല്ല. ഫോർ എക്സാമ്പിൾ പുള്ളി US-ൽ സാൻ ഹോസെ എന്നുള്ളൊരു ടീമിന് വേണ്ടി ഒരു 5-6 കൊല്ലം മുമ്പ് കോച്ച് ചെയ്യാനായിട്ട് പോയി. അവിടെ പ്രോപ്പറായിട്ട് പുള്ളിയുടെ സ്റ്റാഫും പ്ലേയേഴ്സിനൊക്കെ ചൂസ് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റി. ഒരു മിഡ് ടേബിൾ ടീമിലായിരുന്നു സാൻ ഹോസെ. കപ്പടിക്കുന്നല്ല, പക്ഷെ എന്നാലും അവരുടെ റീസെൻറ്റ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കുറവ് പോയിൻറ്റ് മിക്കൽ സ്റ്റാറുടെ അടിയിലാണ് കിട്ടിയിട്ടുള്ളത്. 34 കളി കളിച്ചതിൽ ഏകദേശം 21 പോയിൻറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയും മോശം സീസണായിരുന്നു സാൻ ഹോസയ്ക്ക് ഈ മിക്കൽ സ്റ്റാറുടെ അടിയിൽ ഉള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് ഓർത്ത് നമ്മളധികം വറി ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും പറയുന്നുണ്ടായി ഒരു കപ്പടിച്ചിട്ട് 10 കൊല്ലമായി. അങ്ങനെ ഒന്നും ഒരു കോച്ചിൻ്റെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ലീഗാണ്.
എത്ര പെട്ടെന്ന് ഇന്ത്യയുടെ ലീഗിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ പ്ലേയേഴ്സായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ ഒരു കോച്ചിന് പറ്റും. ഒരു പ്രീവിയസ് പെർഫോമൻസിനെ നമ്മൾ നോക്കി വിലയിരുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇഷ്ടംപോലെ കോച്ചുകളിലൂടെ സക്സസ്ഫുൾ ആയത് പുറത്ത് വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോച്ചുകളല്ല. ഫോർ എക്സാമ്പിൾ ഓവൻ കോയിൽ, അതേപോലെ ലൊബേറൊക്കെ ഇന്ത്യയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് കപ്പ് അടിക്കുന്നത്. പിന്നെ 2-3 കപ്പ് പുള്ളി അടിച്ചു. ഓവൻ കോയിൽ തന്നെ ഒരു 20 കൊല്ലം മുമ്പ് കാണാൻ പുള്ളി ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യ വന്നിട്ടാണ് ഷീൽഡ് പോകുന്നത്. അപ്പോൾ പുറത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചുകൾ ഇവിടെ വന്നിട്ട് തോറ്റുപോയിട്ടുള്ള അവസ്ഥയുണ്ട്. ഫോർ എക്സാമ്പിൾ തായ്ലൻഡിൽ തന്നെ കപ്പലുടെ ഒരു ഭണ്ഡാരമായിട്ട് വന്നിട്ടുള്ള ഒരു കോച്ചാണ് ബണ്ടോവിച്ച് എന്നുള്ള കോച്ച്. ചെന്നൈ കോച്ചായിട്ട് വന്നു. പക്ഷേ പുള്ളി ആ വഴിക്ക് തന്നെ തിരിച്ചു പോയി. ഒന്നും ഇവിടെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പ്രീവിയസ് പെർഫോമൻസിന് ഓർത്ത് നമ്മളധികം പറയേണ്ട ആവശ്യമില്ല. പുള്ളി ഇവിടെ വന്നിട്ട് പുള്ളിക്ക് പ്രോപ്പറായിട്ട് റിസോഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കേസാണ് നമ്മൾ ഇവാൻ വുക്കോവിച്ച് എന്നുള്ള കോച്ചിന് മാത്രം സൈൻ ചെയ്ത് പിന്നെ സ്റ്റാഫുകളെ നമ്മൾ ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്ത്. പക്ഷേ മിക്കൽ സ്റ്റാറിലെ കേസ് വരുമ്പോൾ പുള്ളി കുറച്ചും കൂടി ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോച്ചാണ്. പുള്ളിക്കൊരു പർട്ടിക്കുലർ സ്റ്റാഫിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം പുള്ളിക്ക് ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കും. റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ST ആയിട്ട് 2 ദിവസത്തിനുള്ളിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ മിക്കൽ സ്റ്റാറുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BFCയുടെ പെസോൾ ടൈമിലുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് കോച്ച് അലക്സ് ഡി ക്രൂക്ക് എന്നുള്ള കോച്ച് പുള്ളിയുടെ ഒപ്പം ലോങ് ടൈം വർക്ക് ചെയ്തിട്ടുള്ള കോച്ചാണ്. എനിക്ക് തോന്നുന്നു US-ലും തായ്ലൻഡിലൊക്കെ പുള്ളിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അലക്സ് ചിലപ്പോൾ നമ്മളുടെ അസിസ്റ്റൻറ്റ് കോച്ചാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് സ്റ്റാഫ് പുള്ളിക്കുണ്ട്. അവരൊക്കെ ഇങ്ങോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ മിക്കൽ സ്റ്റാറയ്ക്ക് വേണ്ടൊരു കേസാണ്. ഞാൻ ഒരുവിധം ടീമൊക്കെ ഇടുന്ന് നോക്കിയിട്ടുണ്ട് അക്രോസ് ദ ഗ്ലോബ്. പുള്ളി USA പോയപ്പോഴും ചൈനയിൽ പോയപ്പോഴും എല്ലാം സ്വീഡിഷ് പ്ലെയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി കൊണ്ടുവന്ന പ്ലെയേഴ്സാണ്. അല്ലാണ്ട് പിന്നെ ഒരു സ്വീഡൻ പ്ലെയറൊക്കെ ഒന്നും ചൈനയിൽ നിന്ന് കളിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ബൈ ചാൻസ് തായ്ലൻഡിലെ ലാസ്റ്റ് ടീം നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ സെൻറ്റർ ഫോർവേഡായിട്ട് സാൻഡോസ് എന്നുള്ള പ്ലെയർ, പിന്നെ ഹമ്മാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറാനിയൻ പ്ലെയർ, ഇവരൊക്കെ മിക്കൽ സ്റ്റാർ വരുന്നതിന് മുമ്പ് സാൻഡോസൊക്കെ സെക്കൻഡ് ഡിവിഷൻ തൊട്ട് അവിടെ കളിക്കുന്നതാണ്. പക്ഷേ സ്വീഡിഷ് പ്ലെയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ടീമിലേക്ക് വരുമ്പോഴും ഒരു സ്വീഡിഷ് പ്ലെയേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ അഗെയിൻസ്റ്റ് അല്ല. ISLൻ്റെ ഒരു കേസിലാണെങ്കിൽ പ്രിഫർ ചെയ്യുമെന്ന് പറയാം. കോച്ച് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നൊരു നല്ല കാര്യം തന്നെയാണ്. അത്യാവശ്യം ഏജ് കൂടിയതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 28-29 വയസ്സുള്ള നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവരും. യൂറോപ്പിലെ ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സ് ആയിരിക്കും. പക്ഷേ അവിടെ പെർഫോം ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടെ വരുന്നു, നമ്മൾ ISL സെറ്റാക്കി കൊടുക്കുന്നു, ഒരു കൊല്ലത്തിനുള്ളിൽ വേറെ ടീം എടുത്തുകൊണ്ട് പോകും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ഏജ് കൂടിയായാലും അങ്ങനത്തെ പ്ലെയറെ കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും മാനേജ്മെൻറ്റായിട്ടൊരു ഡിസിഷൻ ഉണ്ടാവും. അപ്പോൾ കോച്ച് ഇങ്ങനെ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കോച്ചാണ്. ഹോപ്പ്ഫുള്ളി മാനേജ്മെൻറ്റ് അത് രീതിക്കുള്ളൊരു സപ്ലൈ കൊടുക്കും എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് പുള്ളിയുടെ കളിയിലേക്ക് വരാം. നേരത്തെ പറഞ്ഞു തായ്ലൻഡിലെ ടീമിനെ എൻ്റെ സീസൺ 3-4-3 ഫോർമേഷനാണ് പുള്ളി കളിപ്പിച്ചത്. പക്ഷേ ആ ഒരു ഫോർമേഷനിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കോച്ചല്ല. പുള്ളിയുടെ കരിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-4-2, 4-2-3-1, 3-4-3, 4-3-3 അങ്ങനെയുള്ള പല ഫോർമേഷനിലും പല ടീമിനെയും പുള്ളി കളിപ്പിച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ 3-4-3 ലേറ്റസ്റ്റ് ആയിട്ട് കളിപ്പിച്ചിട്ടുള്ള ഒരു ടീമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഫീലിംഗ് ചിലപ്പോൾ ഇന്ത്യയിലേക്കും പുള്ളി സെയിം ഫോർമേഷൻ പ്രിഫർ ചെയ്യുന്നതാണ്. അതിൻ്റെ ചാലഞ്ചസ് വേറെ ഉണ്ട്, അത് വേറെ കേസ്. പക്ഷേ ഫോർമേഷൻ ഏതായിക്കൊള്ളട്ടെ ചില ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഒരു ഫിലോസഫീസ് പുള്ളി ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ എടുത്തു പറയേണ്ടത് പൊസഷൻ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പൊസഷൻ ബേസ്ഡ് അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോച്ചാണ്. അതായത് കുറേ ലോങ് ബോൾ അറ്റാക്കുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പൊസഷൻ വെച്ചിട്ട് കളിക്കുന്ന ഒരു കളിയായിരിക്കും. അത് പറഞ്ഞ് ടിക്കിറ്റാക്ക ഷോർട്ട് പാസസ് ഇട്ടിട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് കളിക്കുന്ന കളിയൊന്നും വിചാരിക്കരുത്. ലോങ് ബോളായിരിക്കില്ല, എന്നാലും ബോൾ കാലി വെച്ചിട്ട് ഉള്ള പരിപാടിയാണ് പുള്ളി ശ്രമിക്കുക. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് തായ്ലൻഡ് കളി നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. പലപ്പോഴും ബിൽഡിംഗ് ഫ്രം ബാക്കൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ 1-2 കേസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവാൻ്റെ കേസിൽ മിസ് ചെയ്ത കാര്യം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ. പുള്ളി പറഞ്ഞു സ്ക്വാഡ് ഉണ്ടാക്കുന്നതിൽ പുള്ളിക്ക് ഇൻപുട്ട് ഉണ്ടായിരുന്നില്ല, ഉള്ള സ്ക്വാഡ് വെച്ചാണ് കളിപ്പിച്ചത്. പിന്നെ അവിടെ 4 ഫോറിൻ പ്ലേയേഴ്സേ സ്ക്വാഡിൽ പാടുള്ളൂ. അതായത് 4 പ്ലേയേഴ്സിനെ കളിപ്പിക്കാം, സബ്സ്റ്റിറ്റ്യൂഷനൊന്നും ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും പുള്ളി സബ്സ്റ്റിറ്റ്യൂഷൻസ് റെഗുലറായിട്ട് മേക്ക് ചെയ്യാൻ നമുക്ക് കാണാം. പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്യുന്നതിന് ഗോളിൽ ഇൻവോൾവ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ശേഷം ചിലപ്പോൾ ഗോൾ കൺസിഡർ ചെയ്യുന്ന രീതിയിലും കണ്ടിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ പുള്ളിക്കവിടെ പറ്റിയിട്ടില്ല, അതെന്നില്ലാവട്ടെ. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് സെറ്റ് പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISLൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടീമുകളും ചിലപ്പോൾ സെറ്റ് പീസിൻ്റെ ഗോളുകൾ മാത്രം കൊണ്ട് പ്ലേ ഓഫിൽ ഒക്കെ കയറിയിട്ടുണ്ട്.
അപ്പോൾ സെറ്റ് പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കോച്ചാണ്. സെറ്റ് പീസിന് വേണ്ടി പ്രത്യേകം സ്റ്റാഫൊക്കെ പുള്ളിയുടെ അടുത്ത് ഉണ്ടാവാറുണ്ട്. ഹോപ്പ്ഫുള്ളി പുള്ളി അവരൊക്കെ കൊണ്ടുവരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല സെറ്റ് പീസ് റൂട്ടീൻസ് നമുക്ക് തായ്ലാൻഡ് കളി നോക്കിയിരുന്നെങ്കിലും കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നൊരു കോച്ചാണ്. ഇനി നമുക്ക് പുള്ളിയുടെ കളിയിലെ മെയിനായിട്ടുള്ള പൊസിഷൻ ബേസ്ഡ് കളിയിലേക്ക് വരാം. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വീഡിയോയിൽ വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ കോച്ചിൻ്റെ ടീം. നേരത്തെ പറഞ്ഞ ഒരു 3-4-3 ഫോർമേറ്റ് 3 സെൻറ്റർ ബാക്കുള്ള ഒരു ഫോർമേഷനാണ്. ഇപ്പോൾ റൈറ്റ് സെൻറ്റർ ബാക്കിൻ്റെ കാലിലാണ് ബോളുള്ളത്. പുള്ളി റൈറ്റ് വിങ് ബാക്കിന് പാസ് കൊടുക്കുകയാണ്. പുള്ളി നേരെ പിവറ്റിന് കൊടുക്കുന്നു, പിവറ്റ് തിരിച്ച് റൈറ്റ് സെൻറ്റർ ബാക്കിന് കൊടുക്കുന്നു. ഇനി പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിങ് സ്വിച്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഓപ്പോസിഷൻ ടീം റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് വിങ് സ്വിച്ച് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ അറ്റാക്ക് പോകാനായിട്ട് ലെഫ്റ്റ് സെൻറ്റർ ബാക്കിന് ബോൾ കൊടുക്കുകയാണ്. പുള്ളി ആ ബോൾ ക്യാരി ചെയ്ത് പോവാണ്. ലെഫ്റ്റ് വിങ്ങറും ഇൻവേർട്ടറായിട്ട് നിൽക്കുന്നുണ്ട്. വിങ്ങർക്കാണ് ബോൾ കൊടുക്കുന്നത്. പുള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ സ്പേസ് ഉണ്ടെന്നറിയാം. പുള്ളി കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറുകയാണ്. പിന്നെ പ്രോഗ്രസീവ് പാസ് കണ്ടെത്താൻ പുള്ളിക്ക് വരുന്നില്ല. പക്ഷേ പിവറ്റിലേക്ക് പാസ് കൊടുക്കുകയാണ്. പിവറ്റ് വീണ്ടും ഒരു വിങ് സ്വിച്ച് ചെയ്യുന്ന എക്സസൈസ് നടത്തുകയാണ്. സെൻറ്റർ ഓഫ് ദ പിച്ച് വെച്ചിട്ട് വിങ്ങർക്ക് ബോൾ കിട്ടി. റൈറ്റ് വിങ് ബാക്ക് റൺ മേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് പാസ് കൊടുക്കുന്നത് നേരെ സ്ട്രൈക്കറെ ഫൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബോൾ പിറകിൽ നിന്ന് കാലിൽ വെച്ച് ഫ്രണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു കളി പ്രിഫർ ചെയ്യുന്നൊരു കോച്ചാണ് നമ്മുടെ കോച്ച്. വീണ്ടും ഒരു എക്സാമ്പിൾ വേണം. റൈറ്റ് വിങ് ബാക്കിൻ്റെ സൈഡിൽ നിന്നാണ് അറ്റാക്ക് തുടങ്ങുന്നത്. നോക്കുക, പിച്ചിൻ്റെ എക്സ്ട്രീം റൈറ്റ് എൻഡിലാണ് കളി നടക്കുന്നത്. അവിടെ നിന്ന് പിവറ്റിന് കൊടുക്കണം. പിവറ്റിനും ഒരു പ്രോഗ്രസീവ് പാസ് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. റൈറ്റ് സെൻറ്റർ ബാക്കിന് കൊടുക്കണം. പുള്ളി ബോൾ ക്യാരി ചെയ്ത് ഫോർവേഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒപ്പോണൻസ് ഭൂരിഭാഗം പേരും റൈറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് ബോൾ സ്വിച്ച് ചെയ്യുകയാണ്. ലെഫ്റ്റ് വിങ് ബാക്കിൻ്റെ പൊസിഷൻ നോക്കുക, എക്സ്ട്രീം ലെഫ്റ്റിൽ പുള്ളി നിൽക്കുകയാണ്. അപ്പോൾ പിച്ചിൻ്റെ ഫുൾ വിഡ്ത്ത് നമ്മുടെ ടീമിന് യൂസ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ പുള്ളി ബോൾ ഓപ്പൺ സ്പേസ് കൂടെ വളരെ എളുപ്പത്തിൽ ക്യാരി ചെയ്യണം. പിന്നെ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറിയ ശേഷം വിങ്ങറെ റിലീസ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് വിങ്ങർക്കും പുള്ളിയുടെ പിറകിലുണ്ട്. പക്ഷേ പാസ് കറക്റ്റ് ആവുന്നില്ല. പക്ഷേ ഓപ്പോസിഷൻ ബോക്സിലേക്ക് ബോൾ എത്തിക്കാനായിട്ട് സാധിച്ചു. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. ഈ എക്സാമ്പിളിൽ ഇപ്പോൾ മിഡിൽ കളിക്കുന്ന പ്ലെയറുടെ കയ്യിലാണ് ബോൾ. പക്ഷേ വിങ്ങർക്ക് കൊടുക്കുന്നു. വിങ്ങർ വീണ്ടും പിവറ്റിന് കൊടുക്കുന്നു. പിവറ്റ് വിങ് സ്വിച്ച് ചെയ്യണം. അടുത്ത വിങ്ങർക്ക് എത്തുന്നു. ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് വിങ് ബാക്കിന് ബോൾ കൊടുക്കുന്നതാണ്. ഇത് ഇവാൻ്റെ കേസിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. പരമാവധി പിച്ചിൻ്റെ വിഡ്ത്ത് യൂസ് ചെയ്തിട്ട് റൊട്ടേഷനൊക്കെ നടത്തി കളിക്കുന്നൊരു കളിയാണ്. ഇനി നമുക്ക് വേറെ 1-2 എക്സാമ്പിൾ കാണാം. നേരത്തെ എക്സാമ്പിളിലൊന്നും ഒപ്പോണൻറ്റ് പ്രസ് ചെയ്യുന്നുണ്ടായില്ല. ഇപ്പോൾ ഒപ്പോണൻറ്റ് നമ്മുടെ ഹാഫിൽ വന്ന് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് സ്റ്റിൽ ഫ്രം ഗോൾ കീപ്പർ നമ്മൾ ബോൾ കാലിൽ വെച്ച് പാസ് ചെയ്ത് ആ പ്രസ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതിൽ വിജയിക്കുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ ഒരു പാസിങ് കോമ്പിനേഷനൊക്കെ കളിച്ചിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ടീം ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മുടെ ഹാഫിൽ തന്നെ ബോൾ റിക്കവർ ചെയ്യുന്നു. വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിയർ അടിച്ച് കളയാം. ബട്ട് സ്റ്റിൽ ഒരു ഇനീഷ്യൽ പ്രസ് ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഈ കേസിലും ആ ടീം വിജയിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ്റെ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ എപ്പോഴും പാസ് ഇട്ട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആകും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡയറക്റ്റ് ഫുട്ബോളും കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡറിന് ബോൾ കിട്ടുമ്പോൾ സെൻറ്റർ ഫോർവേഡ് ഒരു ഫോർവേഡറിന് മേക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ലോങ് ബോൾ കൊടുത്തിട്ട് സെൻറ്റർ ഫോർവേഡിനെ റിലീസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അധികം ഗോളൊന്നും അടിച്ചിട്ടില്ല. പക്ഷേ നല്ലോണം ത്രെറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിവറ്റിന് ബോൾ ഇടുന്നു. പിവറ്റ് ഒന്ന് തലപൊക്കി നോക്കും. സെൻറ്റർ ഫോർവേഡ് റൺ മേക്ക് ചെയ്യുന്നുണ്ടാവും. ലോങ് ബോൾ കൊടുക്കും. പുള്ളിക്ക് എത്തുന്നില്ല. പ്രാവശ്യം സെൻറ്റർ ബാക്ക് തടുത്തിട്ടാണ്. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. പിവറ്റിലേക്ക് ബോൾ ഇട്ടുന്നു. പിവറ്റ് ഒന്ന് തലപൊക്കി നോക്കുന്നു. സെൻറ്റർ ഫോർവേഡ് അല്ല, പ്രാവശ്യം സെക്കൻഡ് സ്ട്രൈക്കറാണ് റൺ മേക്ക് ചെയ്യുന്നത്. സെക്കൻഡ് സ്ട്രൈക്കറെ പിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു ലോങ് ബോൾ കൊടുത്തുള്ള പ്ലേ ഇഷ്ടംപോലെ ത്രെറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പറ്റിയില്ല. അതായത് കോച്ച് പ്രോപ്പറായിട്ടൊരു പ്ലാൻ, ഒരു ഓപ്ഷൻ മിഡ്ഫീൽഡറിന് കൊടുത്തിട്ടുണ്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിങ് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സെൻറ്റർ ഫോർവേഡ് റൺ മേക്ക് ചെയ്യുന്നുണ്ടാവും. പുള്ളിക്ക് പാസ് കൊടുക്കാവുന്നതാണ്. പക്ഷേ പലപ്പോഴും എന്താണ് ഫോർവേഡ് പ്ലേയേഴ്സിന് ഒരു പറ്റുന്നില്ല ഫിനിഷ് ചെയ്യാൻ. തലപൊക്കി നോക്കുന്നു. ഫോർവേഡ് റൺ മേക്ക് ചെയ്യുന്നുണ്ട്. കൊടുക്കുന്നു ബോളും. പ്രാവശ്യം സെക്കൻഡ് സ്ട്രൈക്കർ കിട്ടുന്നു. പക്ഷേ അവിടെ നിന്നും ഒരു കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മിഡ്ഫീൽഡേഴ്സ് എങ്ങനെ ബോൾ കൊടുക്കുന്നു. സിമിലർലി അവരുടെ ലെഫ്റ്റ് സെൻറ്റർ ബാക്കും മെയിൻ സെൻറ്റർ ബാക്കും റൈറ്റ് സെൻറ്റർ ബാക്കും അത്യാവശ്യം ബോൾ പ്ലേയിങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരുന്നു. അവരും ഇങ്ങനെ സെൻറ്റർ ഫോർവേഡിൻ്റെ റണ്ണ് പിക്ക് ചെയ്യാറുണ്ട്. സെൻറ്റർ ഫോർവേഡിന് നേരിട്ടോ അല്ലെങ്കിൽ ആ പറയിലേക്കുള്ള സ്പേസിലേക്കോ ബോൾ ഫീഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അധികം ഗോൾ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. പ്രാവശ്യം റൈറ്റ് സെൻറ്റർ ബാക്കിൻ്റെ സൈഡിൽ നിന്നാണ് ലോങ് ബോൾ വരുന്നത്. പ്രത്യേകം എടുത്തു വരേണ്ട അവരുടെ സെൻറ്റർ ഫോർവേഡ് സാൻഡോസ് എന്ന് പറഞ്ഞ ബ്രസീലിയൻ പ്ലെയറിൻ്റെ റൺ മേക്കിംഗ് എബിലിറ്റിയാണ്. പുള്ളി പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു ലോങ് ബോൾ ഫീഡ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഡിഫൻഡേഴ്സിൻ്റെ പിറകിൽ അല്ലെങ്കിൽ ഇടയിൽ കൂടെ റണ്ണ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച്
ഫീഡും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അധികം ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇഷ്ടംപോലെ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ടീമിന് സാധിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് ഫ്രം ബാക്കിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, പക്ഷേ അതിലും ഒരു വേഴ്സറ്റാലിറ്റി കൊണ്ടുവരുന്നുണ്ട്. ഈവൻ ഇപ്പോൾ ഒപ്പോണൻ്റ് കയറി വന്ന് നമ്മുടെ ഹാഫിൽ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഗോൾ കീപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ പിച്ച് സ്പേസ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഒരു ബോൾ ചിപ്പ് ചെയ്തിട്ട് നമ്മൾ DJ-യുടെ ടാറ്റിക്സ് ചിപ്പ് ടു ബോൾ ടു സ്ട്രൈക്കേഴ്സ് ചെസ്റ്റ് ആൻഡ് പ്ലേ ഫ്രം ദെയർ ആ രീതിയിലും ഡയറക്റ്റായിട്ട് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അറ്റാക്കിൽ അത്രയും പ്ലേയേഴ്സിനെ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമുക്ക് എങ്ങനെയെങ്കിലും ബോൾ ട്രാപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കളി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇവിടെ പക്ഷേ അത് സക്സസ്ഫുൾ ആവുന്നില്ല. പക്ഷേ നമുക്ക് ഈ സെൻറ്ററിലുള്ള സ്പേസ് യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് കളിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണാം. ഇതൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. എവിടെ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഗോൾ കീപ്പർ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. നേരെ കൊടുത്തിട്ട് പിന്നെ അവിടെ മിഡിൽ നിന്നാണ് അവർ കളി ബിൽഡ് ചെയ്ത് വരുന്നത്. ഇത് ഒപ്പോണൻ്റ് ഹൈലിയും കളിക്കാതെ പ്രസ്സിന് വരുമ്പോൾ സെൻറ്ററിലുള്ള സ്പേസ് യൂസ് ചെയ്തിട്ട് കളിക്കുന്നൊരു ടെക്നിക്കാണ്. ഇങ്ങനെ കളിച്ചിട്ട് എഫക്റ്റീവായിട്ട് അറ്റാക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ ടീമിന് സാധിച്ചിട്ടുണ്ട്. കോച്ചിനെ കുറിച്ചുള്ള വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ബോൾ പ്ലേയിങ് ആസ്പെക്റ്റൊക്കെ പുള്ളിയുടെ ഡിസ്കസ് ചെയ്തു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനൊരു ചലഞ്ചായിരിക്കും. തായ്ലൻഡ് പ്ലേയേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ഫാർ ബെറ്ററാണ് ഇന്ത്യൻ പ്ലേയേഴ്സിനേക്കാളും. ആ രീതിയിലൊരു ഗെയിം പ്ലേ നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പുള്ളി അത് എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അതിനനുസരിച്ച് പുള്ളിക്ക് ഗെയിമിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. BFC റെസിഡൻറ്റ് കോച്ചൊക്കെ കൂടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും പുള്ളിക്ക് പെട്ടെന്ന് ഇന്ത്യൻ കണ്ടീഷനെ കുറിച്ച് പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സംഭവിക്കിട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ പ്ലേയേഴ്സ് നമുക്ക് തായ്ലൻഡ് പ്ലേയേഴ്സായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കലി വളരെ വീക്കാണ്. ഡിസിഷൻ മേക്കിംഗ് ആയാലും ബോൾ പ്ലേയിങ് ആയാലും വളരെ പൂറാണ്. ക്വാളിറ്റി ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിലും ആറ്റിറ്റ്യൂഡ് ടോപ്പ് എന്നുള്ള രീതിയിലുള്ള പ്ലേയേഴ്സാണ്. അവരൊക്കെ എത്ര പെട്ടെന്ന് പുള്ളിയുടെ സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ആവും എന്നുള്ളതനുസരിച്ചിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ കോച്ചിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിന് മുമ്പ് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് കുറച്ച് റെസ്പോൺസ് കിട്ടി. അപ്പോൾ അതിനൊരു റിപ്ലൈ എന്ന രീതിയിലും കാരണം പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കോച്ചിനെ കുറിച്ചും ടീമിനെ കുറിച്ചും പ്ലെയേഴ്സിനെ കുറിച്ചും എങ്ങനെ കളിക്കുന്നു എന്നതിനേക്കാൾ ഉപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാൻസ് അറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോച്ചിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം. ബൈ.